വിശേഷണങ്ങൾക്ക് അതീതനായ ഒരു മഹാപ്രതിഭയായിരുന്നു എം ടി വാസുദേവൻ നായർ. എം ടിയെ ഞാനെന്നും കണ്ടിട്ടുള്ളത് ഒരു ജ്യേഷ്ഠ സഹോദരനായിട്ടാണ്. ഞങ്ങളെപ്പോഴും നിരന്തരമായി സംസാരിക്കുകയോ കൂടെ കാണുകയോ ചെയ്യാറില്ല, അങ്ങനെ ഉണ്ടായിട്ടില്ല. പക്ഷേ എനിക്ക് അദ്ദേഹം മലയാള സാഹിത്യത്തിലെ മഹാപ്രതിഭകളിൽ ഒരായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടിരുന്നത്. എന്ന് മാത്രമല്ല, അദ്ദേഹം എല്ലാ കാലത്തും ഞാൻ അദ്ദേഹത്തെ അറിയാൻ തുടങ്ങിയ കാലം മുതൽ, അദ്ദേഹം ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ ശ്രദ്ധിക്കാൻ തുടങ്ങിയ കാലം മുതൽ ഒരെഴുത്തുകാരൻ്റെ അന്തസ്സും ഗരിമയും അതുപോലെ പുലർത്തിയിരുന്ന ഒരാളായിരുന്നു. അങ്ങനെയൊക്കെ മലയാളിക്കും മലയാള സംസ്കാരത്തിനും അങ്ങേയറ്റം സംഭാവനകൾ തൻ്റെ ജീവിതം കൊണ്ടും തൻ്റെ എഴുത്തുകൊണ്ടും നൽകിയ, എഴുത്തെന്ന് പറഞ്ഞാൽ അത് വളരെ വിശാലമായിട്ടുള്ള വളരെ വിവിധങ്ങളായ മേഖലകളിലെ എഴുത്ത് തന്നെയാണ്. അതിനെ ഒരു കഥയെഴുത്തായോ നോവലിലോ മാത്രം നമുക്ക് നിജപ്പെടുത്താവുന്നതല്ല. മറിച്ച് സഞ്ചാര സാഹിത്യം ഉൾപ്പെടെ എഴുത്തിനെ പറ്റിയുള്ള എഴുത്തും അദ്ദേഹം ഒരു സമയം കിളിവാതിലൂടെ എന്നൊരു പങ്ക്തി മാതൃഭൂമിയിൽ എഴുതിയിരുന്നു. അതൊക്കെ ലോക സാഹിത്യത്തെപ്പറ്റി നമ്മുടെ മലയാളിക്ക് അറിവ് കൊടുക്കുന്ന, കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകുന്ന ഒരു പങ്ക്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് അങ്ങേയറ്റം വായനക്കാരെ ഏറ്റവും അധികം ശ്രദ്ധിച്ച ഒരു പങ്ക്തി കൂടിയായിരുന്നു. ഈ കൃതികളൊക്കെ മനോഹരമായി ആഴത്തിൽ വായിച്ച് ആസ്വദിച്ചിട്ടുള്ള ഒരാൾ അതിന് യോജിച്ച ഭാഷയിൽ തന്നെ എഴുതി നമ്മളെ മലയാളിയെ ബോധിപ്പിച്ച ഒരു പ്രതിഭയായിരുന്നു എം ടിയുടേത്. എം ടി ജീവിച്ച സാമാന്യം ദീർഘമായ കാലം ജീവിച്ചിരുന്ന ഒരു എഴുത്തുകാരനാണ് അദ്ദേഹം. ആ കാലഘട്ടം അത്രയും അദ്ദേഹം എഴുത്തിൽ നിഷ്ണാതനായിരുന്നു. അതുപോലെ തന്നെ പത്രാധിപർ എന്നുള്ള നിലയിലും മലയാളത്തിൻ്റെ പല പുതിയ ധാരകളെയും, സാഹിത്യത്തിലെ പല വിചാരധാരകളെയും അദ്ദേഹം കണ്ടറിയുകയും പുതുമയെ പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്ത ഒരു വളരെ ദീർഘദർശനമുള്ള ഒരു പത്രാധിപരായിരുന്നു അദ്ദേഹം. അങ്ങനെ അദ്ദേഹം ഏതെല്ലാം വേഷങ്ങളിൽ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുവോ അതിലെല്ലാം മറ്റുള്ളവരെ അതിശയിക്കുന്ന പ്രതിഭ പ്രകടിപ്പിച്ച ഒരു പ്രതിഭാധനനായിരുന്നു അദ്ദേഹം. പ്രത്യേകം എടുത്തു പറയേണ്ട പ്രവർത്തിച്ച ഒരു പ്രത്യേക രംഗമാണ് സിനിമയുടേത്. എത്രയോ സിനിമകളുടെ എണ്ണം പറയാൻ നിവൃത്തിയില്ല, അത്രമാത്രം സിനിമകൾക്ക് അദ്ദേഹം കഥയും തിരക്കഥയും സംഭാഷണമൊക്കെ എഴുതി. ഒരു പക്ഷേ നമ്മൾ സാധാരണ കാഴ്ചക്കാരൻ ശ്രദ്ധിക്കാതെ പോകുമായിരുന്ന ഇടത്തരം സിനിമകൾ പോലും എം ടിയുടെ രചനയുടെ ഭംഗി കൊണ്ട് മാത്രം ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങി. അതിൽ മലയാളി തനിമ ഉണ്ടായി, കഥാപാത്രങ്ങൾക്ക് ജീവൻ വന്നു. അവർ വെറുതെ സംഭാഷണം പറയുന്ന ഓരോ വ്യക്തികൾ മാത്രമായിരുന്നില്ല. അതിനപ്പുറം അവരുടേതായിട്ടുള്ള ജീവിത പശ്ചാത്തലമുള്ള വ്യക്തികളായിട്ട് കഥാപാത്രങ്ങളെ മാറ്റാൻ കഴിഞ്ഞു. അതിൽ പുരാണ കഥകളായാലും വീരകഥകളായാലും അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ജീവിക്കുന്ന സാധാരണക്കാരുടെ ജീവിതമായാലും അതിലെല്ലാം തന്നെ വളരെ സൂക്ഷ്മമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ദർശനം, അദ്ദേഹത്തിൻ്റെ ഉൾക്കാഴ്ച ഈ സിനിമകളിൽ കൊണ്ടുവരുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. സ്വന്തം സിനിമകൾ, പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട സിനിമകളാണ് നിർമാല്യവും പിന്നീട് ചെറിയൊരു സിനിമ കടവ് എന്ന പേരിൽ അദ്ദേഹം എടുത്ത സിനിമയും. ഒരുപക്ഷെ എം ടിക്ക് എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ സമയം വിനിയോഗിക്കേണ്ടിയിരുന്നില്ലെങ്കിൽ അദ്ദേഹം കൂടുതൽ സിനിമ രംഗത്ത് പ്രവർത്തിക്കുമായിരുന്നു എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. എല്ലാ രീതിയിലും നമ്മുടെ സാഹിത്യ മണ്ഡലത്തിന് മാത്രമല്ല മറ്റെല്ലാ കലാരൂപങ്ങളിലും താല്പര്യം, ഇങ്ങനെയൊക്കെയുള്ള ഒരു തികച്ചും ആധുനികമായ ഒരു മനസ്സുള്ള എഴുത്തുകാരൻ. അദ്ദേഹം കഴിഞ്ഞ നൂറ്റാണ്ടിൽ കൂടുതൽ കാലം ജീവിച്ചെങ്കിലും ഈ നൂറ്റാണ്ടിൽ വന്നിട്ടും അദ്ദേഹം ഈ പ്രബുദ്ധത അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലും പ്രവർത്തനങ്ങളിലുമെല്ലാം നമുക്ക് കാണാം. അങ്ങനെയുള്ള ഒരു വലിയ എഴുത്തുകാരൻ്റെ എനിക്ക് എൻ്റെ സ്വന്തം രീതിയിൽ പറഞ്ഞാൽ എൻ്റെ ഒരു സഹോദരൻ്റെ, ഒരു മുതിർന്ന സഹോദരൻ്റെ വേർപാട് മലയാള ഭാഷയ്ക്കും അതിനെ പ്രത്യേകിച്ച് എനിക്ക് വ്യക്തിപരമായി വലിയ നഷ്ടമായിട്ട് എന്ന് ഞാൻ കരുതുന്നു.